നമസ്കാരം. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ലക്കി ബാമ്പുവിൻ്റെ കുറച്ച് ഗുണങ്ങളാണ്. ലക്കി ബാമ്പു നമ്മൾ ഒരുപാട് ആൾക്കാർ പല രീതിക്ക് നമുക്ക് പല വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ട് എല്ലാ ആൾക്കാർക്കും കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പറയുന്നത് ഈ ലക്കി ബാമ്പു നമ്മൾ വീടിനകത്ത് വെള്ളത്തിലും മണ്ണിലൊക്കെ ആൾക്കാർ നട്ടു വയ്ക്കുന്നുണ്ട്. ലക്കി ബാമ്പു നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഈ ലക്കി ബാമ്പു നമ്മൾ വീടിനകത്ത് വച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് കേടുവരുന്ന രീതിക്ക് വയ്ക്കരുത്. അത് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ നമ്മൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് നല്ല തുടച്ച് വൃത്തിയാക്കി പൊടിയൊന്നും ഇല്ലാതെ എപ്പോഴും നല്ല രീതിക്ക് വയ്ക്കുക. ലക്കി ബാമ്പുവിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് തന്നെ ആ ചെയ്യുന്ന ആൾക്ക് പോലും ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ലക്കി ബാമ്പു നമ്മൾ വയ്ക്കുമ്പോൾ കൃത്യമായി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയോടെ നല്ല ഫ്രഷ് വെള്ളത്തിൽ വയ്ക്കുക. മാക്സിമം ഒരാഴ്ചയ്ക്കപ്പുറം ഇതിൻ്റെ വെള്ളം വയ്ക്കരുത്, ആ വെള്ളം മാറ്റി കൊടുക്കുക. നമ്മൾ വെള്ളത്തിലാണ് ഇപ്പോൾ ഞാൻ വച്ചിരിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നത്. അത് നമ്മൾ ആഴ്ച തോറും അതിൻ്റെ വെള്ളം മാറ്റി ക്ലീൻ ചെയ്ത് നല്ല ശുദ്ധമായ ജലത്തിൽ വേണം ലക്കി ബാമ്പു വയ്ക്കുവാൻ. അപ്പോൾ ശുദ്ധമായ ജലത്തിൽ വയ്ക്കുന്ന ലക്കി ബാമ്പുവിൽ നിന്നും നല്ല പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലക്കി ബാമ്പുവിൻ്റെ പരിപാലനം നടത്തുന്ന ആളിനും ആ വീട്ടിലുള്ള ആൾക്കാർക്കും എല്ലാം കൃത്യമായ ഒരു പോസിറ്റീവ് എനർജി സപ്ലൈ ചെയ്യാൻ ലക്കി ബാമ്പുവിന് കഴിയും. പണം വരും എന്നുള്ളതല്ല മുഖ്യമായ കാര്യം, നമുക്ക് നല്ല പോസിറ്റീവ് എനർജി സപ്ലൈ ചെയ്യാൻ ലക്കി ബാമ്പുവിന് കഴിയും. ഒരു കാരണവശാലും അത് കേടാവുന്ന ഒരു രീതിയിലും വീടിനകത്ത് വയ്ക്കരുത്. അത് നെഗറ്റീവ് എനർജി മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായി വൃത്തിയായി സൂക്ഷിക്കുക.